കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ കഴിഞ്ഞ ദിവസം അദ്ദേഹം കോന്നിയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു എം.എൽ.എ ആണ്. CPM-ൻ്റെ എം.എൽ.എ ആണ്. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇത്തരം സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു എം.എൽ.എ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് ഉദ്യോഗസ്ഥരോട് അതിനിശ്ചിതമായ കണിശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും തെറി പറയുകയും അദ്ദേഹം രോക്ഷാകുലനായിട്ട് ഫോണെടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടപ്പോൾ അതൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കുകയും മാധ്യമങ്ങളൊക്കെ തന്നെ ജനീഷ് കുമാർ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ആക്രോശിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ പുറത്ത് അവരുടെ ഭാഗത്താണോ ന്യായം അതോ ജനീഷ് കുമാറിൻ്റെ ഭാഗത്താണോ ന്യായം എന്നുള്ള ചർച്ചയൊക്കെ നടന്നു. അപ്പോൾ ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ചില ക്രൈസ്തവ സംഘടനകളൊക്കെ തന്നെ ജനീഷ് കുമാറിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതിന് ഈ ആംഗിളിലാണോ ഈ സംഭവം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ പറയുന്നത് കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ ആരാണ്? അദ്ദേഹം CPM-ൻ്റെ ഒരു എം.എൽ.എ ആണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു എം.എൽ.എ ആണ്. അപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അകാരണമായി ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുക. അകാരണമായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു, അറസ്റ്റിൻ്റേതായിട്ടുള്ള നിയമ നടപടികളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. കാരണം ആ DYSP-ക്ക് ഉരുണ്ട് കളിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം പുറത്തുവിട്ടുള്ള ചില വീഡിയോസ് കൂടി പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളിലൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ ഇതിന് ശേഷം പറയാം. അപ്പോൾ കെ.യു. ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തിയത് വലിയ തോതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കയ്യടി കിട്ടുകയും ഉദ്യോഗസ്ഥരോടുള്ള എതിർപ്പ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, കെ.യു. ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു എം.എൽ.എ അടക്കം പിണറായി വിജയൻ സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് മുൻപ് നമുക്കറിയാം PV അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷത്തുള്ള ഒരു എം.എൽ.എ തന്നെ ഈ വനം വകുപ്പൊന്നും ശരിയാകില്ലെന്നും കെ സുധാകരൻ ഭരിച്ചിട്ട് പോലും അത് നേരെയായിട്ടില്ലെന്നും അതുകൊണ്ട് ശശീന്ദ്രനെ കൊണ്ട് ഒരിക്കലും ഇത് നേരെയാക്കാൻ കഴിയില്ലെന്നുമൊക്കെ വളരെ പൊതുവായിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം.എൽ.എ ആയിരുന്നു. പിണറായി വിജയന് വേണ്ടിയിട്ട് മറ്റാളുകളെല്ലാം തന്നെ വേണമെങ്കിൽ എതിർക്കാൻ തയ്യാറുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് നിങ്ങൾ മറന്നുപോയത്. അതിനുശേഷമാണ് PV അൻവറിനെ പോലെ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്നത് കേരളത്തിലെ പോലീസ് സംഘം തന്നെ കള്ളക്കടത്തിനും അതുപോലെ തന്നെ കവർച്ചയ്ക്കുമൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു സംഘമാണെന്നും അതുപോലെ തന്നെ സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS-കാരൻ തന്നെ തൻ്റെ മുകളിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് വിജയനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. ആ പുറത്തേക്ക് പോയതിനു ശേഷം സംഭവിച്ച കാര്യം നമുക്കറിയാലോ. ഇതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് എതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്ത വിവരവുമൊക്കെ നമുക്കറിയാം. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ജനീഷ് കുമാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കണം. ജനീഷ് കുമാർ അടക്കമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ വനംവകുപ്പ് മന്ത്രിയെ വിളിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇടപെടിയിക്കാം. പക്ഷെ അങ്ങനെയൊന്നും വിശ്വാസമില്ലാത്ത സഹികെട്ട ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ അങ്ങേയറ്റം പ്രകോപനപരമായി ചൂടാകുന്നതും ഫോണെടുത്ത് നിലത്തടിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹം പറയുന്ന മറ്റു ചില വാചകങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ ഭരണം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെ നക്സലൈറ്റുകൾ ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ വന്ന് ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസുകൾക്ക് തീയിടുന്നൊരു കാലം വരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 9 കൊല്ലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം പോലും അവരുടെ കൂട്ടത്തിലുള്ള ഒരു MLA-ക്ക് പോലും ഈ ഭരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേരെയാകുമെന്ന് പറയുന്ന ഒരു വിശ്വാസവും ഇല്ലാതായിരിക്കുന്നു. പകരം ജനങ്ങൾ ആയുധം കയ്യിലെടുക്കേണ്ട കാലത്തേക്ക് പോകേണ്ടി വരുമെന്ന് പറയുന്ന ആശങ്ക നമ്മളോട് പങ്കുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുന്നത് ആരാണ്? കഴിഞ്ഞ ഈ ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തുള്ള ഒരു MLA-ക്ക് പോലും ഈ ഗവൺമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇത് ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം കുഴപ്പമായിട്ടാണ്. AK ശശീന്ദ്രൻ എന്ന് പറയുന്ന NCPയുടെ ഒരു മിനിസ്റ്ററിനെ മാത്രം കുഴപ്പമാക്കുന്നത് എങ്ങനെയാണ്? ഇത് കുഴപ്പമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ കൂടി കുഴപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേണ്ടേ? അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അതാണ് ജനീഷ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
ഇനി ചില ആളുകൾ പറയുന്നത് ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു നാടകം കളിച്ചതാണെന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു നാടകം ഗവൺമെൻറ്റിനെതിരെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെയും കളിച്ചുകൊണ്ട് മാത്രമേ ജനരോഷം തണുപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ജനീഷ് കുമാറടക്കം മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനീഷ് കുമാറിൻ്റെ മാത്രം പ്രശ്നമല്ല. 1,30,00,000 വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വരുന്ന കാടുകൾക്കടുത്ത് താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ അറിയേണ്ടത് അവർക്കെല്ലാം തന്നെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം നിരന്തരമായി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലി കടിച്ചൊരു സ്ത്രീ വെളുപ്പിന് 4:30 മണിക്ക് എഴുന്നേറ്റ് ഏതാണ്ട് 250 രൂപ കിട്ടുന്ന ജോലിക്ക് പോകാൻ നിന്ന സ്ത്രീയുടെ തലയില്ലാതെ അത് പുലി കടിച്ചു കൊണ്ടുപോയി ബാക്കിയുള്ള മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വീട്ടുകാരെ കണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയുക? ഈ കഴിഞ്ഞ ദിവസം തന്നെ വണ്ടൂരിൽ ഒരാൾ ഇതുപോലെ കൊല്ലപ്പെട്ടപ്പോൾ AP അനിൽകുമാർ ഇടപെട്ട് വനം വകുപ്പ് മന്ത്രി വിളിക്കുന്നു. ഉടനെ തന്നെ 5 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്ത് കൊടുക്കുന്നു. ബാക്കിയുള്ളത് നിങ്ങൾ രേഖകൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ കൊടുക്കുന്നു. ഈ മരിച്ചവരുടെയൊക്കെ ജീവന് വെറും 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്താൽ മതിയോ? കേരളത്തിലെ ഗവൺമെൻറ് ശാശ്വതമായിട്ടുള്ള വനം വകുപ്പിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ വാസ്തവം. ആന ഒരാളെ ചവിട്ടിക്കൊന്നതിന് ശേഷവും അവിടെ നിന്നിട്ട് ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് വനം വകുപ്പിൻ്റെ ഓഫീസിൽ നിർത്തിയിരിക്കുന്നു. അതും യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. വനം വകുപ്പിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആകെ കേരളത്തിലുള്ളത് 7000-ഓളം വരുന്ന വനം വകുപ്പ് ജീവനക്കാരാണ്. അതിലാകെ 75-ഓളം വരുന്ന IFSകാരുണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസുകാരുണ്ട്. എന്ന് പറഞ്ഞാൽ 97 പേർക്ക് ഒരാൾ എന്നുള്ള നിലക്ക് ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതേ അവസ്ഥയിൽ 5,10,000-ഓളം വരുന്ന ഈ പറയുന്ന ഗവൺമെൻറ് ജീവനക്കാരിൽ നിങ്ങൾ അറിയേണ്ടത് പോലീസുകാർക്കുള്ളത് എത്രയാണെന്ന് അറിയാമോ? പോലീസുകാർക്ക് 1245 പേർക്ക് ഒരു IPSകാരനുള്ളതൊക്കെ ഉള്ളൂ. അതാണ് IPSൻ്റെ റേഷ്യോ എങ്കിൽ ഇവിടെ IFSൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്തിനാണ് കേരളത്തിൽ ഇത്രത്തോളം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥന്മാർ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെയെല്ലാം തന്നെ കൃത്യമായി നിലപാടെടുക്കാൻ പിണറായി സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് KU ജനീഷ് കുമാർ എന്ന് പറയുന്ന ഭരണപക്ഷത്തെ MLAക്ക് പോലും ഇവിടെ നക്സലൈറ്റുകൾ വരും അന്ന് ഇതൊക്കെ കത്തിക്കുമെന്ന് പറയുന്നൊരു കാര്യം. ഇത് KU ജനീഷ് കുമാറിൻ്റെ മാത്രം അഭിപ്രായമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് KU ജനീഷ് കുമാറിന് അനുകൂലമായി അവിടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വനം വകുപ്പിൻ്റെ ഓഫീസുകളിലേക്ക് വലിയ മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ മാർച്ചിൽ പ്രസംഗിക്കുന്ന ജില്ലാതല നേതാവ് അവിടെ പ്രസംഗിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വനം വകുപ്പിൻ്റെ യൂണിഫോമൊക്കെ ഊരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും കൂടി കൂട്ടിയിട്ട് കത്തിക്കാൻ ഞങ്ങൾ DYFIക്കാർ കുറച്ച് പേര് മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനൊന്നും ഇവരെ നേരെയാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഉദയഭാനു എന്ന് പറയുന്ന അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം, നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വന്ന് പറയുന്നൊരു വാചകം എന്താണ്? അദ്ദേഹം അവിടെ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പോത്തുകളായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പോത്തുകളായി മാറിയിരിക്കുന്നുവെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്തം AK ശശീന്ദ്രനും, അതിന് AK ശശീന്ദ്രൻ കൃത്യമായി ഭരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം LDF എന്ന് പറയുന്ന ഒരു മുന്നണിക്കും ആ മുന്നണിയെ നയിക്കുന്ന CPMനും ഇല്ലേ ഉദയഭാനു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഇത് കൃത്യമായി വളരെ അത്രമാത്രം ക്രൗര്യത്തോടുകൂടി അല്ലെങ്കിൽ അത്രമാത്രം കഠിനമായ ഹൃദയത്തോടുകൂടി CPMൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടത്താത്തൊരു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായമല്ല. നമുക്കറിയാലോ, ഒരു ADM കണ്ണൂരിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോഴും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി മറ്റൊരു നിലപാടെടുക്കുകയും അവിടെ ഈ പറയുന്ന പോലെ PPDPയെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്തപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ADMൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകേണ്ടി വന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കും അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഉദയഭാനുവിനുമൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ CPMനകത്ത് തന്നെ ഈ ഭരണത്തെക്കുറിച്ചുള്ള രോഷമുയരുന്നു എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ല, ആ അർത്ഥത്തിലാണ് നമ്മളിതിനെ കണ്ടത്. അത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ അന്തിച്ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് പകരം ഇത് വളരെ ചുരുങ്ങിയ ലെവലിൽ KU ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു MLA അവിടെ ശരിയാണോ, അദ്ദേഹം തെറ്റാണോ ചെയ്തത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ സംസാരിക്കാമോ, നിയമം കയ്യിലെടുക്കുകയാണോ ചെയ്തത്, ഉദ്യോഗസ്ഥർ ഇപ്പം അദ്ദേഹത്തിനെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളെക്കാൾ ഉപരി 9 കൊല്ലം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു യുവ MLAയുടെ പ്രകടനം കൂടിയാണിത് എന്നുള്ള നിലക്ക് വിലയിരുത്താൻ നമ്മുടെ നാട്ടിലെ ആളുകൾ തയ്യാറാകണം, മാധ്യമങ്ങളും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.